കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ചില മുന്നണികൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വോട്ട് ലഭിക്കാനും വേണ്ടി പല വാഗ്ദാനങ്ങളും കൊണ്ടുവരും. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആ വാഗ്ദാനങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറും. എന്നാൽ കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം തിരിച്ച് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും ജൂൺ 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കിയിരിക്കുകയാണ്. പലരും കെഎസ്ആർടിസിക്ക് ഇതൊരു നഷ്ടമാണെന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് നൽകിയ വാക്ക് കൃത്യമായി പാലിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ് സർക്കാർ. കെഎസ്ആർടിസിയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കെഎസ്ആർടിസിക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നും കൂട്ടിച്ചേർത്തു. കെഎസ്ആർടിസിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട വിശദമായ ചർച്ച നടത്തുന്നുണ്ട്. കെഎസ്ആർടിസിയെ നഷ്ടമല്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നൽകും. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. പദ്ധതി നടത്തിപ്പിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച നടക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിന്റെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. തൊഴിലിടത്തേക്ക് പോകുന്ന വനിതകൾക്ക് കൈത്താങ്ങാകും. സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, അത് സർക്കാർ നടപ്പിലാക്കുമെന്നും CP ജോൺ വ്യക്തമാക്കി. അതേസമയം കെഎസ്ആർടിസിയിലെ മുഴുവൻ ബസ്സുകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പാക്കിയാൽ 57 കോടിയുടെ ബാധ്യതയാവും സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF നൽകിയ ഗ്യാരണ്ടികളിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര എന്നത്. അതേസമയം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനകം പ്രവർത്തിക്കുന്ന മോഡലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്ത്രീകളുടെ യാത്രാ ചിലവുകൾ കുറയ്ക്കുകയും ചലനശേഷി, തൊഴിൽ ലഭ്യത, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട UDF സർക്കാരിന്റെ ഈ പ്രധാന ക്ഷേമ വാഗ്ദാനം വരുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സാമ്പത്തികമായി സ്ഥിരത നിലനിർത്താൻ പാടുപെടുന്ന സമയത്താണ്. ശമ്പള കാലതാമസം, പെൻഷൻ കുടിശ്ശിക, വർദ്ധിച്ചു വരുന്ന കടം, പ്രവർത്തന നഷ്ടം എന്നിവ വർഷങ്ങളായി കോർപ്പറേഷനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് അയൽ സംസ്ഥാനങ്ങൾ സമാനമായ പദ്ധതികൾ നടപ്പിലാക്കുകയും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടും കേരളത്തിൽ സൗജന്യ യാത്രയെക്കുറിച്ചുള്ള ചർച്ച കൂടുതൽ ശക്തമായി തീർന്നിരിക്കുന്നത്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള ഒരു ക്ഷേമ പദ്ധതി സംസ്ഥാന ഗതാഗത സംവിധാനത്തിന്റെ തന്നെ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് പുതിയ ഗതാഗത മന്ത്രി CP ജോണിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഒരു പൊതു നയമായി നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്ന് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥൻ സൗത്ത് ഫസ്റ്റിനോട് വ്യക്തമാക്കി. തുടക്കത്തിൽ ഈ ആനുകൂല്യം ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, സിറ്റി സർക്കുലർ, ഫസ്റ്റ് പാസഞ്ചർ കെഎസ്ആർടിസി ബസ്സുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം സൂപ്പർഫാസ്റ്റ്, AC, വോൾവോ, സ്ലീപ്പർ ബസ്സുകൾ പോലുള്ള പ്രീമിയം സർവീസുകൾ ഒഴിവാക്കപ്പെട്ടേക്കാം. അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും ഔദ്യോഗിക അറിയിപ്പ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും എണ്ണം രേഖപ്പെടുത്തുന്നതിനായി 2026 മെയ് 9 കെഎസ്ആർടിസി ലിങ്ക് ടിക്കറ്റിംഗ് സംവിധാനം അവതരിപ്പിച്ചു. ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകളിൽ യാത്രക്കാരുടെ വിഭാഗത്തെ കണ്ടക്ടർമാർ പരാമർശിക്കുകയും അത് ടിക്കറ്റിൽ അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു തയ്യാറെടുപ്പ് ഘട്ടമായിരുന്നു. കെഎസ്ആർടിസി ഒരു ദിവസം ഏകദേശം 23 ലക്ഷം യാത്രക്കാരെ വഹിക്കുന്നു. ഏകദേശം 12 ലക്ഷം യാത്രക്കാർ സ്ത്രീകളാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. മൊത്തം യാത്രക്കാരുടെ 50% സ്ത്രീകളാണ്. കെഎസ്ആർടിസിക്ക് പ്രതിദിന ശരാശരി 8 കോടി രൂപയുടെ വരുമാനം ലഭിക്കുന്നു. ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്ക് പ്രതിമാസം 60 കോടി രൂപ സബ്സിഡി ആവശ്യമായി വന്നേക്കാം. പ്രീമിയം ഇതര സേവനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നത് പ്രതിമാസ ഭാരം ഏകദേശം 90 കോടിയായി ഉയർത്തും. യാത്രാ ദൂരപരിധി ഉണ്ടാകുമോ? എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തുമോ? സ്മാർട്ട് കാർഡുകൾ വഴിയോ ID പരിശോധനയിലൂടെയോ കേരള നിവാസികൾക്ക് മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണവും സബ്സിഡി പേയ്മെന്റുകളും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനായി ഡിജിറ്റൽ സീറോ ഫെയർ ടിക്കറ്റുകൾ അവതരിപ്പിക്കുന്ന കാര്യവും ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, പല സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം ഇത് പണം ലാഭിക്കുക മാത്രമല്ല, സ്വാതന്ത്ര്യം, അന്തസ്സ്, പൊതുജീവിതത്തിലേക്കുള്ള കൂടുതൽ പ്രവേശനം എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ സുസ്ഥിരമായ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിന്തുണയോടെ മാത്രമേ ക്ഷേമ പദ്ധതികൾ വിജയിക്കൂ. കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിവർത്തനാത്മകമായ പൊതുഗതാഗത പരിഷ്കാരങ്ങളിലൊന്നായി ഈ പദ്ധതി മാറും. എന്നാൽ സബ്സിഡി പേയ്മെന്റുകൾ വൈകുകയോ യാത്രക്കാരുടെ എണ്ണം കൂടുകയോ കെഎസ്ആർടിസിയുടെ നഷ്ടം കൂടുതൽ രൂക്ഷമാവുകയോ ചെയ്താൽ ഇതേ പദ്ധതി വലിയ ഗതാഗത പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.